മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സത്കൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നത് പ്രതിഫലം നഷ്ടപ്പെടുത്തും. കാരണം പ്രതിഫലം തരുന്നവൻ നിങ്ങളുടെ ഹൃദയവും അതിൻ്റെ വിചാരങ്ങളും അറിയുന്നവനാണ്. നമുക്ക് ജീവിതത്തിൽ നിത്യജീവിതത്തിനായി സമ്പാദിക്കാൻ കഴിയുന്ന പുണ്യപ്രവൃത്തികളുടെ അഭ്യാസവും വഴികളുമാണ് ഇന്നത്തെ സുവിശേഷ വായനകൾ. മത്തായി 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ കാണുക. അവയാണ് പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. ശരിക്കും ഈ സദ്ഗുണങ്ങൾ ഭാവി ജീവിതത്തിന് വേണ്ടി സമ്പാദ്യങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നത് പോലെയാണ്. പുണ്യജീവിതത്തിലൂടെ നമ്മുടെയും മറ്റുള്ളവരുടെയും രക്ഷയ്ക്കും നിത്യജീവിതത്തിനും വേണ്ടി സമ്പാദിക്കാൻ ലഭിക്കുന്ന അവസരവുമാണ്. എല്ലാത്തിലും മായം ചേർക്കുന്ന മനുഷ്യൻ്റെ ലൗകികതയെ, മാന്ത്രികതയെ, മായാവലയത്തെ പൊളിച്ചെടുക്കുകയാണ് കർത്താവ് ഇവിടെ. യഹൂദരുടെ നാടകീയത ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഒരു ഇത്തിൽ കണ്ണിയെ പോലെ വളർന്നു പിടിക്കുന്ന അവസരങ്ങൾ നിലനിൽക്കുമ്പോൾ ആത്മീയത പോലും അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല. അതിനാലാണ് കർത്താവ് പറയുക, നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. അന്തരംഗം നിർമ്മിച്ചവനെ, അതിൽ നിന്നുയരുന്ന വികാരങ്ങളെ പോലും അറിയുന്നവനെ പോലും കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന സൂപ്പർസോണിക് മാന്ത്രികത തൻ്റെ അടുത്ത് വിലപ്പോകില്ല എന്ന് കർത്താവ് തുറന്നടിക്കുകയാണ്. മനുഷ്യനെ കബളിപ്പിക്കുന്ന കണ്ണ് കിട്ടുന്ന മാന്ത്രിക കൊണ്ട് തൻ്റെയോ തൻ്റെ പിതാവിൻ്റെയോ പക്കൽ രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് ഈശോ എടുത്ത് പറയുകയാണ്. ജീവിതത്തിൽ ആന്തരികവും മാനസികവുമായ ആത്മാർത്ഥത, വിശ്വസ്തത, സത്യസന്ധത എത്രമാത്രം അഭിലഷണീയമാണ് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഈ അഭിനയവും നാടകീയതയും ആത്മാർത്ഥത ലവലേശം തീണ്ടിയിട്ടില്ലാത്ത ഒരുപാട് അഭിനയങ്ങൾ, വേഷക്കെട്ടലുകൾ പലപ്പോഴും പ്രശ്നങ്ങളും യുദ്ധം വരെയും സംഭവിപ്പിക്കുമെന്ന് ഇന്നത്തെ ലോക സാഹചര്യങ്ങൾ, പശ്ചിമേഷ്യ, ഇറാൻ, ഗൾഫ് രാജ്യങ്ങൾ നമുക്ക് മുമ്പിൽ നിരത്തിവെക്കുന്ന സത്യങ്ങളാണ്. ഉള്ളിൽ പകയും വിദ്വേഷവും മതവെറിയും യുദ്ധക്കൊതിയും നിറച്ച ആത്മീയ നേതാക്കൾ, ഭരണകർത്താക്കളായുള്ള ലോകത്താണ് നാം ജീവിക്കുക. യുദ്ധത്തിന്, മതഭ്രാന്തിന് ആത്മീയത മറയാകുമ്പോൾ നിരപരാധരായ സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവസരവും അവകാശവും ധ്വംസിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത് റോമൻസ് 3:13 അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്, അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു, അവരുടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട്. വാക്കുകളിലും പ്രവൃത്തികളിലും ആത്മാർത്ഥതയും സത്യസന്ധതയും നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ ഊന്നിപ്പറയുക. വിശ്വാസം ഒരു കാഴ്ച വസ്തുവല്ലെന്നും അത് ദൈവവുമായുള്ളൊരു വ്യക്തിപരമായ ബന്ധമാണ്. അവിടെ സ്നേഹവും ആത്മാർത്ഥതയുമാണ് ബന്ധത്തെ കൂടുതൽ ആഴപ്പെടുത്താൻ നമ്മെ സഹായിക്കുക. അപ്പോൾ ഈ നോമ്പുകാലത്തിൻ്റെ 3-ാമത്തെ ആഴ്ചയിലേക്ക് കിടക്കുമ്പോൾ വാക്കിലും പ്രവൃത്തിയിലും ആത്മാർത്ഥത നിലനിർത്താൻ നമുക്ക് പരിശ്രമിക്കാം.